എന്നെ സ്കൂളിൽ കൊണ്ടേ ഒന്ന് ആക്കാൻ തരാൻ പറ്റുമോ പ്ലീസ് മാമ പ്ലീസ് മാമ മാമ പ്ലീസ് മാമ. മാമ വിളിയിലെ ടോൺ ശ്രദ്ധിച്ചു ഒരു ശൃംഗാരമുണ്ട്. മാഡം എന്താ മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല. ഇന്നലെ രാത്രി ഈ യൂണിഫോം ആണോ എനിക്ക് തരുന്നത് ബിഗ് ബോസ്? ചെറുക്കൻ ഷെഡ് കാണാനില്ല, ഷർട്ട് കാണാനില്ല എന്നും പറഞ്ഞ അവിടെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നു. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്ദേഹത്തുള്ള. എനിക്ക് എഴുതിട്ടുണ്ട് നടക്കാൻ. ആളുകൾ മുഴുവൻ എന്നെ നോക്കുക ഏതൊരു പുതിയ ജീവിയെ പോലെ. ഡെയിലി എല്ലാവർക്കും ഓരോ കംപ്ലൈന്റാ. പ്രായമായവരല്ലേ, സാരമില്ല. എനിക്ക് കളർഫുൾ ആയിട്ട് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പേടിപ്പിച്ച ഞാനാണ്, നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? മൂട് മനഃപൂർവ്വം കീറിയിട്ട് ബിഗ് ബോസ് ഈ ഷാനവാസിക്കൊക്കെ പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടാണ് കൊടുത്തത്. പെട്ടിക്കകത്ത് വേറെ കണ്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടത്. ഷാനവാസ്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷാനവാസിന് കൊടുക്കട്ടെ, ഞാൻ അക്ബറ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടാ? എനിക്ക് വേണ്ട ഈ വേണ്ടെങ്കടാ, നിർബന്ധമൊന്നുമില്ല, അവിടെ കൊണ്ടേ വെച്ചോ. എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഈ പൊട്ടനെങ്കിലും എന്നെ അനുസരിക്കണമേ. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന ചേച്ചി സ്കൂള് മുതലുള്ള ശീലമാണ്. അതാ പറഞ്ഞു പോയൊരു സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ബുക്ക് എല്ലാം എടുത്തിട്ട് വാ. ഹൈ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പോലും ഞാൻ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതെനിക്കാ ഇത് സൂപ്പറാ. ഇങ്ങനെ പോകാം. ഡാഡി ഇതാണ് എന്റെ പപ്പ. അച്ഛനോ? അത് ഏത് വകുപ്പില്? അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടേ ഒന്ന് ആക്കാൻ തരാൻ പറ്റുമോ പ്ലീസ് മാമ പ്ലീസ് മാമ ഇവനിത് പറ്റി? മാമ പ്ലീസ് മാമ. നിന്റെ ഈ മാമ എന്നുള്ള വിളി എനിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ. മാമ നല്ലത് അവൻ അച്ഛാന്ന് വിളിക്കാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ. മാമ പ്ലീസ് മാമ. മാമ വിളിയിലെ ടോൺ ശ്രദ്ധിച്ചു ഒരു ശൃംഗാരമുണ്ട്. ആർക്കാണ് സുഖമില്ലാത്തത്?